ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്രാടത്തിൻ്റെ തലേന്ന് തന്നെ പൂരാടപ്പാച്ചിലും ഒക്കെ ആയിട്ട് ലേഡീസ് എല്ലാം പാഞ്ഞ് നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെയിലും കൊള്ളും. ഞാനും രാവിലെ ഇറങ്ങി ഫുള്ള് വെയിൽ കൊണ്ടിരുന്നു. വെയിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ വാങ്ങിക്കാനും അത് വാങ്ങിക്കാനും ഇത് വാങ്ങിക്കാനും, പിന്നെ മോൾക്ക് നാളെ ഓണ പ്രോഗ്രാമാണ്, അതിന് മുല്ലപ്പൂ വാങ്ങിക്കാനും. പൂവൊക്കെ നല്ല രസമായിരുന്നു. തിരുനക്കരയിൽ നല്ല പണിയായിരുന്നു പൂവൊക്കെ. പക്ഷേ എനിക്ക് ആ വെയിൽ തീർന്നുകൊണ്ട് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ എനിക്ക് പറ്റിയില്ല. എനിക്ക് അതെല്ലാം എടുക്കണം എന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു മോളുടെ എന്ത് രസവും ജമന്തിയൊക്കെ എന്ത് രസമാണെന്നറിയാവോ. പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല. ആ കരിവെയിൽ ഇന്നെന്തോ വെയിലായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. അപ്പം ഞാൻ നല്ല ഒരു സൂപ്പർ പായ്ക്ക് ഇന്നിടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പായ്ക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ദിവസങ്ങളിൽ കൂടെ ആയിരിക്കും ഓണം വരെയും കടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ മുഖമൊക്കെ കണ്ടാൽ അറിയാം, അപ്പടി വെയിൽ കൊണ്ട് അപ്പടി ഞാൻ നല്ല വന്ന ഉടനെ തൈരും മൂരും എല്ലാം മുഖത്ത് അടിച്ച് തേച്ച് കഴുകിയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഒരു പായ്ക്കിടാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എന്താണെന്നറിയാവോ, കാണിച്ചു തരാം. നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് റാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് റാഗി നമ്മുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ളത് വേണം. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് അധികം എടുത്തത്. ഇതിനകത്തേക്ക് നമ്മുടെ പാലൊഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഞാനിത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്ന റാഗിയാണ്. അഥവാ നിങ്ങൾ കഴുകാത്ത റാഗിയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഈ പാലൊഴിച്ച് വെക്കാനായിട്ട്. ഈ പാലൊഴിച്ച് വെച്ചിട്ട് എന്നിട്ട് നല്ലതുപോലെ കുതിരണം. നല്ലതുപോലെ കുതിർന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് നല്ല മിക്സിയുടെ ജാറിലേക്ക് നല്ലതുപോലെ അരച്ചു കൊടുക്കാനായിട്ട്. എൻ്റെ പാലൊക്കെ ഇതേണ്ടേ നല്ലപോലെ ഫ്രീസറിൽ ഇരുന്ന് കട്ടയായിട്ടിരിക്കും. എന്നാലും കുറച്ചേറെ ഇട്ട് കൊടുത്തു. അവിടെ ഇരുന്ന് നല്ലപോലെ കുതിരട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാർ നമുക്ക് അരച്ചുകൊണ്ട് വരാം. നല്ലതുപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കുറച്ചൊരു നമ്മൾ റാഗി ഒരു അരമണിക്കൂർ മുമ്പ് പാലിനകത്ത് കുതിർത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് അരച്ച് കിട്ടും. അതല്ല നമ്മൾ ഇട്ടിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം അരയ്ക്കുവാണെങ്കിൽ ഇച്ചിരി പാടാണ് കേട്ടോ. അതൊന്നും നല്ലപോലെ ചെറിയ ജാറിലിട്ട് പിന്നെയും വെള്ളം ശകലം പോലും തൊടരുത്, പാലിനകത്ത് തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്കിത് നമ്മുടെ സ്കിന്നിലോട്ട് നല്ലതുപോലെ നല്ല ഒരു പായ്ക്കായത് നമ്മുടെ ഇപ്പം നിങ്ങൾ ഓർക്കും ഓയിൽ തേച്ച്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഓരോ പായ്ക്കുകൾ ഇങ്ങനെ ഇട്ട് കാണിച്ചപ്പോൾ എനിക്ക് വാട്സപ്പിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചേച്ചി ഓയിലില്ല പിന്നെ എന്തിനാണ് ഇതൊക്കെ തേക്കുന്നതെന്ന്. ഓയിൽ തേച്ചാൽ മതിയല്ലോ, മുഖത്ത് നല്ല ഗ്ലോ വരും, പിന്നെ എന്തിനാണ് പായ്ക്കൊക്കെ കാണിക്കുന്നതെന്ന്. പായ്ക്കെന്ന് പറഞ്ഞ എൻ്റെ കുട്ടി അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തില്ല. ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പായ്ക്കെന്ന് പറയുന്നത് നമ്മൾ ഡെഡ് സെൽസ് പോവും, പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്. നമ്മുടെ സ്കിന്നെ നമ്മൾ സൂക്ഷിക്കാതിരുന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇത്രയും നന്നായിട്ട് സ്കിന്ന് സൂക്ഷിച്ചാണ് എൻ്റെ സ്കിൻ ഇത്രയും നന്നായിട്ടിരിക്കുന്നത്. അതെനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇതിനകത്ത് ചെറിയ തരിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിനകത്ത് നല്ല ഗുണമുള്ള റാഗിയാണ്, സ്കിന്നിന് നല്ലതാണ്. പിന്നെ പാലിൻ്റെ കാര്യം അറിയാമല്ലോ. അപ്പം റാഗിയും പാലും കൂടെ കൂടുമ്പം സ്കിന്നിലെ ടാൻ പോകുന്നത് മാത്രമല്ല, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കറുത്ത കുത്തുകൾ പോലെ വരുന്നത്. നിങ്ങളൊക്കെ ചോദിക്കാറില്ലേ, ചുമന്ന കുത്തുണ്ട് കറുത്ത കുത്തുണ്ട് ഇതൊക്കെ പറയാറില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വായിക്കത്ത് പോയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിതല്ലേ കുറുക്കായിട്ട് കുഞ്ഞിലെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, റാഗിയും പാലും കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം കഴുത്തേൽ നല്ലപോലെ തേച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ മേല് കഴുകാൻ പോകണതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ കഴുത്തേൽ നല്ലതായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് കയ്യിലും കഴുത്തിൻ്റെ ബാക്കിലും ഒക്കെ തേക്കണം. ഞാനിപ്പം മുഖത്ത് മാത്രമേ ഇട്ട് കാണിക്കുന്നുള്ളൂ. എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് നമുക്ക് തേച്ച് കാണിക്കുന്നത് കേട്ടോ. ഇപ്പം ചുണ്ടയിലും ഒക്കെ ഇടാം. ചുണ്ടയിലെ ഡെഡ് സെൽസ് ഒക്കെ പോകും. ഏത് പായ്ക്കിട്ടാലും ചുണ്ടയിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ നല്ല പായ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പായ്ക്കിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് മസാജും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മുടെ മൂക്കയിലെ ഇങ്ങനത്തെ ഇത് കണ്ടോ, ഈ 2 സൈഡിലുള്ളത് ഈ ഒരു കറുപ്പ് പോലെ വരുന്നത്, കണ്ണിൻ്റെ താഴത്തെ ഇതൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ പുറമേ ഓയിലിടുമ്പോഴാണ് നമ്മൾ സുന്ദരിയാകുന്ന നമ്മുടെ സ്കിന്നിലെ
അപ്പം നിങ്ങളാണേലും പറയുന്നുണ്ട് പാലുണ്ണി എല്ലാം കൊഴിഞ്ഞു പോയെന്ന് ഒരുപാട് കമൻസ് എനിക്ക് ഇന്നലെ ഓയിലിന് ചെറിയൊരു ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് പേര് 4ഉം 5ഉം കുപ്പിയാണ് ഓർഡർ വന്നേക്കുന്നത്. വാങ്ങിച്ചവർ തന്നെ ശുഭേ പാലുണ്ണി പോയി, നല്ല കളറ് വന്നു, ഫേഷ്യൽ ചെയ്ത പോലെ മുഖം ഇരിക്കുന്ന, ചിലർ വെളിയിലോട്ട് പോലും ഇറങ്ങാൻ മടിയുള്ള ആൾക്കാർ ശുഭയുടെ ഓയിൽ കൊണ്ടുപോയി തേച്ച് ഇപ്പം വെളിയിലോട്ട് ഫങ്ഷനും ഒക്കെ പോകാനായിട്ട് മനസ്സിനൊരു നല്ല ഇത് വന്നു. അതായത് സ്കിന്ന് നല്ലതായി, മുഖം നല്ലതായി, സൗന്ദര്യമായി, മുഖത്ത് ഗ്ലോ ആയി. ഇതൊക്കെ ആയപ്പോഴത്തേനും ഫങ്ഷനൊക്കെ പോകാനും വെളിയിലോട്ട് ഇറങ്ങാനും ഒക്കെ ശുഭകാരണമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇന്ന് ആരെങ്കിലും നോക്കാതെ ഉണ്ടെങ്കിൽ ഞാൻ രാത്രിയിൽ നോക്കാനായിട്ട് അഡ്രസ്സ് എഴുതാനിരിക്കുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും ഓയിലും എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് കൊറിയർ സർവീസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു കൈ ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു 10-15 ജെൻസിൻ്റെ മുഖത്തും ഇത് തേക്കാവുന്നുള്ളത് ഞാനിപ്പം കാണിച്ചു തരാം. ഇത് ഹസ്ബൻഡ് പുറയിലോട്ടെങ്ങാണ്ട് പോയേക്കാണ്. ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ആ മുഖത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം നന്നായിട്ട് ടാൻ അടിച്ചിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഓയിൽ നമ്മുടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, എന്നും ഓയിൽ തേക്കുമായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് 2 ദിവസം ശരിക്കും വെയിൽ കൊണ്ടു. അപ്പം ജെൻസിനും ഈ ഒരു പായ്ക്ക് നല്ലതാണെന്ന് കാണിച്ചു തരാം. ദേ വന്ന് തേച്ച് തരാം. നമുക്ക് വെളിയിലത്തെ പൈപ്പിൽ പോയി മുഖം കഴുകാവേ, അകത്തെല്ലാം ഓരോ തിരക്കാണ്. കണ്ടോ, സ്കിന്നിന് നല്ല മാറ്റമുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല മാറ്റം വരും. ഏതിട്ടാലും നിങ്ങൾ ഓർക്കും നല്ല മാറ്റം ഉണ്ടെന്ന് പറയുമെന്ന്. പക്ഷേ നമുക്ക് റാഗിയും പാലും കൂടെ ഉണ്ടല്ലോ, നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും. ടാൻ ശരിക്കും എൻ്റെ മുഖത്തുനിന്ന് മാറി കേട്ടോ, ടാൻ നല്ലതായിട്ട് മാറും. പിന്നെ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്ന് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഹസ്ബൻഡ് പൊളിക്കുക കേട്ടോ, അരിഞ്ഞു തരും. അപ്പോൾ എനിക്കത് ഉണ്ടാക്കണം, ഒത്തിരിയും പണിയുണ്ട്. അപ്പോൾ ഞാൻ ദേഹം ഒന്ന് കഴുകാൻ പോവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴുത്തേലെ മുഖം മാത്രം കഴുകി, അപ്പം കഴുത്തേലെ നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്താകുമ്പോൾ നമുക്ക് നല്ലപോലെ ആ ഡെഡ് സെൽസ് എല്ലാം ഒന്ന് പോകും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, റാഗിയും പാലും കൂടെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, എന്നിട്ട് റിസൾട്ട് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.